മമ്മൂട്ടിക്ക് സുഖം തന്നെ, സുഖം തന്നെ, എല്ലാവർക്കും സുഖം തന്നെ. മാവേലി ഇപ്പൊ എവിടെ നിന്ന് വരുന്നു? വീട്ടിൽ നിന്ന് വരികയാണല്ലേ? ആ, ഇപ്പൊ എങ്ങോട്ട് പോകുന്നു? ഇവിടെ ഇവിടെ വന്നതാണോ? വേണ്ടി വന്നതാണല്ലേ? ആ, എനിക്കോ? എനിക്ക് പനിയൊന്നുമില്ല. ശബ്ദം കേട്ട് തോന്നുന്നുണ്ടോ? തോന്നിയാ? പനിയൊന്നുമില്ല. 2-3 ദിവസം മഴയത്തായിരുന്നു ഷൂട്ടിങ്. മഴ കൊണ്ടുള്ള ഇടി, അപ്പൊ അതുകൊണ്ടൊരു ചെറിയ ഒരു മൂക്കടപ്പുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ല 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 ഇല്ല, ചിക്കൻ ബോക്സ് അല്ല, ചിക്കൻ കുനിയ. ചിക്കൻ കുനിയൊന്നുമില്ല. നമുക്ക് ഇവിടേക്ക് ഒന്ന് പോവാ. ഇവിടെ ആണുങ്ങളുടെ സ്ഥലത്തൊക്കെ ഇവിടെ ബാച്ചിലേഴ്സ് കൂടെ കേട്ടോ കേട്ടോ. നമസ്കാരം നമസ്കാരം നമസ്കാരം. എന്നാ പരിപാടി ഇവിടെ? എന്നാക്കെ ഇരിക്കുന്നത് ഇവിടെ? ഇരിക്കും. എവിടെ ചേട്ടാ? ഇത് കണ്ടേ, ബാച്ചിലേഴ്സ് ചെറുപ്പക്കാരാ എല്ലാരും, കല്യാണം കഴിച്ചിട്ടില്ലാരും. വീട് എവിടാ? കല്ലൂരാ. ആരൊക്കെ ഉണ്ട് വീട്ടില്? എല്ലാവരും ഉണ്ട്. പക്ഷെ നമുക്കാരുമില്ല. മക്കളൊക്കെ ഉണ്ടോ? മക്കൾ ഒരാളുണ്ടായിരുന്നു. ആ, എവിടെ പുള്ളി? തലവരപ്പുറമ്പോ എവിടെയാണ് താമസിക്കും. ആണോ പെണ്ണോ? മോനാണ്. ആ, അത് ശരി. എല്ലാരും ഉണ്ട്, നമുക്കാരുമില്ല. പക്ഷെ നമുക്ക് പക്ഷെ ഇത്ര ആൾക്കാരില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഇല്ലേ? ചേട്ടനും അനിയനും എല്ലാവരുമായിട്ട് ഇല്ലേ? എല്ലാവരും ഒരു വലിയ കാര്യമില്ല. ഇത്ര ആൾക്കാർ ഏതായാലും വീട്ടിലുണ്ടാവില്ലേ? ആ, ചേട്ടൻ്റെ പേരെന്താ? ജോസഫ്. ചേട്ടൻ്റെ പേരെന്താ? എവിടെ വീട്? കോട്ടൂച്ചി. ഇവിടെ അടുത്ത് തന്നെ. ആരൊക്കെ ഉണ്ട്? മക്കളൊക്കെ ഉണ്ടായി, മരിച്ചുപോയി. ഒരു മകളുണ്ട്, അവര് ചേർത്തലാണ്. ഞാൻ കുറെ സ്ഥലം മേടിച്ചു കൊടുത്ത്, അപ്പൊ അവിടെ നിന്ന് നമ്മളെ കൈ കഴി ഇങ്ങോട്ട് വിട്ടത്. നമ്മളെ സ്ഥലം മേടിച്ചു കൊടുത്തത്
ഒഴിവാക്കി. അപ്പൊ ഭാര്യ മരിച്ചു, നേരത്തെ ഭാര്യ നേരത്തെ മരിച്ചു പോയി. മകന് നേരത്തെ മരിച്ചു. പിന്നെ പേരക്കിടങ്ങളുണ്ട്. വല്ലപ്പോഴൊക്കെ വരും, ഇങ്ങോട്ട് വരില്ല. എന്താണ് രണ്ടുപേരും പണിയാണ്. ഒരാള് വീട്ടുപണിക്ക് പോവുകയാണ്. സ്ഥലം മേടിച്ച് എന്തോരം കൊടുത്ത മകൾക്ക്? മകൾക്ക് ഇത് മകന്റെ മക്കളാ? ഇത് മകൻ്റെ മക്കളാണ്. മറ്റേ 22 സെന്റ് സ്ഥലമുണ്ട്. ചേർത്തല മാക്കേക്കടവ്. മാക്കേക്കടവിലൊക്കെ ഭയങ്കര വിലയല്ലേ? ഇപ്പോഴല്ല, 15 കൊല്ലത്തിന് മുമ്പാണ് മരിച്ചത്. പണി? എനിക്ക് കച്ചവടമായിരുന്നു. ഈ സൂപ്പിൻ്റെ പരിപാടി ഉണ്ടായി. പിന്നെ അതുകൂടാതെ ഈ ഐസുള്ള ഒന്നുമില്ല. ഇവിടെയാണ് സുഖം. എന്താണെന്നാ 3 നേരം കിട്ടണ ആര് കൊണ്ടുവരണമെന്ന് പറയൂലല്ലോ. അതല്ലേ സുഖം. അത് നമുക്ക് ദൈവം തന്നേക്കണേ. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കണം. ഏതായാലും ദൈവം കൊണ്ടുവരുന്നത് നമ്മൾ നോക്കണ്ടല്ലോ അല്ലേ? ഈ പുള്ളി പക്ഷെ എനിക്ക് കണ്ടുപരിചയമാണ്. വീട് എവിടെ? വീട് ആയിരമ്പലം ഇവിടെ അടുത്തല്ലേ? ആരൊക്കെ ഉണ്ട് വീട്ടിൽ? ചേട്ടനും അനിയത്തിയാരും ആണോ? കല്യാണം കഴിച്ചിട്ടില്ല? കല്യാണം കഴിക്കാഞ്ഞുകൊണ്ട് തെറ്റായി പോയെന്ന് തോന്നണുണ്ടോ? ഇവിടെ ഒരുപാട് ബാച്ചിലേഴ്സ് ഉണ്ടല്ലോ അല്ലേ? ഇതാണ് സുഖം തോന്നുന്നുണ്ട്. കുഴപ്പമില്ലല്ലേ? എന്തായിരുന്നു പണി? തേങ്ങ വെട്ട് കളത്തിലായിരുന്നു. മരിച്ചുപോയി. ഇപ്പം അതോടെ അതൊക്കെ കഴിഞ്ഞു. ശരി. പിന്നെ അനിയൻ്റെ കൂടെ അനിയൻ മരിച്ചപ്പോൾ പിന്നെ അവിടെ നന്നായി സുഖമാവില്ല. അവർക്കൊന്നും നമ്മുടെ ആവശ്യമില്ലല്ലോ, നമ്മുടെ ആരും അല്ലല്ലോ. അതല്ലേ കുഴപ്പം. അവിടുന്ന് ഞാൻ ഇങ്ങോട്ട് പോവുകയും ചെയ്തു. ഇവിടെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. മറ്റേ ചേട്ടൻ പറഞ്ഞ പോലെ ആരും ചോദിക്കില്ലല്ലോ. ആരും ചോദിക്കില്ല, ഒരാലോചിക്കില്ല. അപ്പൊ ഇക്കൊല്ലത്തെ ഓണം നമ്മൾ ഏതായാലും ഇങ്ങനെ അടിച്ചു പൊളിച്ചു. അടിച്ചു പൊളിച്ചു. എന്നെ കണ്ടിട്ടില്ല, ടി വിയിൽ കണ്ടതാ. ടി വിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പരിപാടിയിൽ. ഞാൻ ബില്ലാതനായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ബുഷിന്റെ രൂപ പക്ഷേ. എന്റെ വീട് എവിടെ? എവിടെ? പിറവത്താ? പിറവത്തോടെ? നാമക്കുഴി. വീട്ടിലാരൊക്കെ ഉണ്ട്? മരിച്ചുപോയി. വേറെ കല്യാണം കഴിച്ചു? കല്യാണം കഴിച്ചിട്ടില്ല? ചേട്ടൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ? അല്ലേ? എവിടെ വീട്? എവിടെ? പെരുമ്പാവൂല. മനസ്സിലായി. ചേട്ടൻ എവിടെ? എൻ്റെ വീട് മൂക്കന്നൂർ. ഇവിടെ ചാലക്കുടി? ചാലക്കുടിയല്ല, അങ്കമാലി. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ആരുമില്ല. നമ്മൾ ഒറ്റ ഉള്ളു. കല്യാണം കഴിച്ചിട്ടില്ല? കഴിച്ചിട്ടില്ല. അതുമില്ല. അപ്പോൾ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ ഇപ്പം ആരുമില്ല. നമുക്ക് സ്വസ്ഥം. ചേട്ടന്? മുഹമ്മല, ചേർത്തല മുഹമ്മ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെല്ലാവരും ഉണ്ട്, എനിക്കാരും ഇല്ല. ഇവിടെ ഇത്ര ആൾക്കാരില്ലേ? ഞങ്ങളൊക്കെ ഇല്ലേ? എന്താ പഠിക്കാൻ? ഇനി അവിടെ അമ്മച്ചിമാരൊക്കെ ഇവിടെ ഉണ്ട്. മാവേലി അങ്ങനെ നിൽക്കുവാണല്ലേ? അയ്യോ ഞാൻ എവിടെ? വീട് എവിടെ? എറണാകുളത്ത് എവിടെ? തമ്മനത്താണല്ലോ ഞാൻ താമസിക്കുന്നത്. വീട്ടിലിറക്കണ്ട്? മൂത്ത മകളാ? മകൾക്ക് എന്താ അവിടെ? വാടക താമസിക്കും. മൂത്ത മകൾക്ക് വലിയ ജോലി ഉണ്ടോ? അതോ ഭർത്താവിന് ജോലിയാ? ചെറിയൊരു ജോലിയാണ്. നമ്മളെ നോക്കാൻ അവരെ കൊണ്ട് ആവില്ല അതന്നെ അല്ലേ? അവർക്ക് അതിനുള്ള ആവതില്ല. മക്കളുണ്ടല്ലേ? അവരെവിടെ? നമ്മളെ വേണ്ട. അതേ, എനിക്ക് എൻ്റെ അപ്പനെ അടുത്ത കാലത്ത് ഒരു 2-3 കൊല്ലം മരിച്ചുപോയി. ഈ മക്കൾക്ക് അപ്പൻ്റെ വില അറിയണമെങ്കിൽ അപ്പൻ ഇല്ലാതാകണം. ഉള്ളപ്പോഴും എനിക്ക് വിലയില്ലാന്നില്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അപ്പൻ എത്ര ഇല്ലാതായ പോലെ അല്ലേ എപ്പോഴും നിൽക്കുന്ന മക്കളോട് അല്ലേ? ഇങ്ങോട്ടാ പോകുന്നല്ലേ? മൂത്തമോള് വരും ഇവിടെ? കല്യാണം മൽമ आपको?
मलयालम नहीं नहीं है नहीं हाँ किधर से आए आप मद्रास से मद्रास कहाँ मिसाई पेट है ईसाईपेट हाँ इधर कैसे आए आप? इधर जोश में पहले काम कर लग रहा कहाँ जोश में जोश बिल्डिंग जोस ब्रदर्स हाँ हाँ जोश क्या काम करते थे आप वो क्लीन में वो ये काम कर लग रहा अच्छा अच्छा फिर भी बाहर आपको नहीं क्या भी नहीं है पैसा से भी चलेगा कौन भी नहीं है तबीयत क्या कोई प्रॉब्लम है तबीयत का कोई खराब हुई तबीयत क्या भी नहीं हम्म। नहीं क्या भी कौन भी देखने की नहीं है घर पे कोई है कोई नहीं नहीं शादी भी नहीं की आपने नहीं दूसरा को ये आदमी छोड़ा क्या नाम है तुम्हारा मोहम्मद यासिन मोहम्मद यासिन दूसरा को एक आदमी छोड़ा हम्म। वो पड़ा अभी उन्होंने जाओ कर को बोलता अच्छा 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 ये मुसलमान नहीं है फिर तो क्या करेंगे हम हमारा आदमी है ना सब लोग आदमी है ना मुसलमान या हिंदू या नहीं। कैसे आए आप सभी एक ही खुदा एक ही खुदा एक ही है ना खुदा एक ही है खुदा एक ही है वो फिर भी जाओ कर को बोलता है अच्छा उनका मैं नहीं क्या भी नहीं अच्छा अच्छा खुदा हाफिज़। क्या सलाम അപ്പോൾ ഹാപ്പി ഓണം ഞങ്ങളുടെ മദർ സിസ്റ്റേഴ്സ് ഹൗസ് ഇത് ലിലിയോസ് വൈക്കം വീട് വാപ്പ മരിച്ചുപോയി ഉമ്മ ഇപ്പം എറണാകുളത്താണ് ആ ഉമ്മ അനിയൻ്റെ അടുത്ത് അനിയൻ പോകുന്നവരൊക്കെ ഓ ഓ അവനിവിടെ എറണാകുളത്താണ് കൂടെ ഫിലിപ്പൈൻസ് രണ്ടുപേരുണ്ട് ഓ സ്റ്റാഫ് പോയപ്പോ പിക്നിക്കിന് പോയപ്പോ പോയപ്പോഴല്ലേ എവിടെ ചാലക്കുടി ചാലക്കുടി എല്ലാവരും പോകും പിക്നിക്കിനെ പോകില്ലേ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നു ഇവരെ കൊണ്ടുപോകും ഇടയ്ക്ക് ഓരോ പരിപാടിക്ക് നമുക്ക് വിളമ്പാം ഞാൻ ചോറ് വിളമ്പിത്തരാം കയ്യൊന്ന് കഴിയും ഞാൻ ഒരാൾ വരെ ഭക്ഷണം കഴിച്ചാണല്ലേ ഇതായിരിക്കും നല്ലതല്ലേ കുഴപ്പമില്ല ആ ഇരുന്നോ ചോറ് അധികം ഒന്നും ആവോ ചോറ് കുറച്ച് മതിയല്ലേ ഇത്ര മതിയല്ലേ അതാണ് ഇരിക്കും എപ്പോഴും എനിക്കിതിങ്ങനെ ഒന്ന് വിളമ്പി തരാൻ നോക്കുമല്ലോ ഇതിപ്പോൾ ഒന്ന് ഒത്തൊരു ദിവസമാണ് ചോറ് വേവ് കുറവാണ് വേവ് കുറവാണ് കുറച്ച് മതിയോ ചോറ് ലേശം വേവ് കുറയണമെന്ന് എനിക്കൊരു അഭിപ്രായം ഉണ്ട് കേട്ടോ അത് ശരി കണ്ടല്ലോ ഇപ്പൊ അതെ ഇനി എത്ര പേരെ കാണാൻ കിടക്കുന്നു ചോറിൽ നോക്ക് ഇവിടെ ആള് ചേരില്ലല്ലോ ചേരുണ്ട് സിസ്റ്റർ അവിടെ ഇരിക്കുന്നതായിരിക്കും ഓ എവിടെ എവിടെയുള്ള ടെമ്പിൾ എവിടെ കടങ്ങോത്ത് പിന്നെ ആ ശരി എത്ര കാലം ഇവിടെ 6 കൊല്ലം അല്ലേ അത് ശരി മരിച്ചുപോയി എനിക്ക് മനസ്സിലായി നമസ്കാരം ചോറ് കുറച്ച് മതിയെങ്കിൽ കുറച്ച് ഇടാം കേട്ടോ നമസ്കാരം ചോറ് കുറച്ച് മതിയെങ്കിൽ പറഞ്ഞാൽ മതി കുറച്ചിടാം ഞാൻ കുറച്ച് മതിയോ അല്ലേ കുറച്ചും കൂടി ഇടാം നമസ്കാരം എവിടെയാണ് ചേട്ടൻ്റെ വീട് ഇവിടെ മൂക്കന്നൂർ ആ ഇവിടെ എത്ര കാലമായി 7 കൊല്ലമായി അല്ലേ
കുറച്ച് മതി. ആ ഇത്ര മതി. സാമ്പാർ ഒഴി. ആ അയങ്ങണ എന്താണ് ചോറിട്ടേ ലാശം ചോറിട്ടെ കുറച്ച് ചോറ് ഇടട്ടെ ആ ചോറ് ലേശം കൊണ്ടുവരാൻ പറഞ്ഞു ചോറ് ഇതങ്ങ് ജസ്റ്റ് ലേശം താഴെ പോയില്ല ഇവിടെ ആളില്ലേ ഓണമൊക്കെ വരെയല്ലേ എവിടെ വീട് എവിടെ ഇടക്കൊച്ചിന്നാണ് മക്കളൊന്നുമില്ലേ അതൊക്കെ എവിടെയാണ് അത് ശരി കുറച്ചുകൂടെ ചോറ് കുറച്ചുകൂടെ ചോറ് മതിയോ കുറച്ചുകൂടെ ലിപ്സ്റ്റിക്കൊക്കെ തിന്നേണ്ടി വരും കേട്ടോ അതൊക്കെ പോകും ഇപ്പൊ എവിടെ വീട് കൊല്ലത്താ എന്നാ പേര് ഇസബെൽ എന്താ ഒരു നാണം ചോറ് കുറച്ചുകൂടെ ഇടട്ടെ ഇത്ര മതിയാ ആ എന്നാലും കഴിക്കും പായസമൊക്കെ ഉള്ളതല്ലേ ആ പ്രാർത്ഥന അല്ലല്ലോ സിസ്റ്റർ ഇവിടെ ഇരിക്കുക ഒരു വീട് നമുക്ക് ഉണ്ടാക്കാതെ ഞാനിതിപ്പോ കാണുന്നതല്ലേ വലിയ ഭാഗ്യമല്ലേ ഓനാ എന്നെ മൂന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച സിസ്റ്ററാ ജമ്പില് ചോറ് ലേശം ഇട്ടാ മതി ഞാനിതൊക്കെ എടുത്ത് കടിക്കും ചോറ് ഇച്ചിരി വേണമെന്നില്ല കുറച്ച് കൊണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ വർഷത്തിലൊരിക്കലൊക്കെ ചോറുന്നില്ല ജസ്റ്റ് ഉള്ളൂ മതി ആ മതി കുഴപ്പമില്ല ഞാനേതായാലും ഉണ്ണാൻ തീരുമാനിച്ചിറങ്ങിയതാ ചോറ് ലേശം വേവ് കുറവുണ്ടല്ലേ ഞാൻ പക്ഷെ ചോറുണ്ണാറില്ല ഞാൻ ചോറുണ്ണാറില്ല ഇന്ന് ഇവിടെ നിന്നതാ രസം വേണ്ട കഴിഞ്ഞ ഓണത്തിലൂടെയായിരുന്നു ഇവിടെ തന്നെയായിരുന്നു 60 എല്ലാവരും കഴിക്കുന്നുണ്ട് ഞാൻ മാത്രമേ കഴിക്കുന്നുള്ളൂ നാളെ വായിക്കാം ചുമട് പേരൊന്നും ഓർമ്മയില്ല
അന്ന് വേറെ പേരിലൊക്കെ നമ്മൾ സിസ്റ്റർമാരെ വിളിക്കുന്നത്. എനിക്കൊരു ടീച്ചർ ഓർമ്മയുണ്ട്, ഗ്രേസി. സിസ്റ്ററാണോ? എവിടെ? ആ അത് ശരി. ആനി ടീച്ചർ ഉണ്ടായിരുന്നു തയ്യൽ. ആനി ടീച്ചർ തയ്യൽ. ശരി ശരി. ഞാനുള്ളപ്പോൾ ഉണ്ടാവില്ല ഏതായാലും. പിന്നെ ടീച്ചർമാർ തരുന്നില്ല, എൻ്റെ കൂടെ പഠിച്ച ക്ലാസ്മേറ്റ്സ് ഇടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു വളരെ ബബ്ലി ആയിട്ടുള്ള ഒരാളായിരുന്നു. നല്ല ഇങ്ങനെ തന്നെ ഒരു തടിയുള്ള തന്നെ ചെറുപ്പത്തിൽ. പിള്ളേരടിക്കുമല്ലേ, പിന്നെ ശരീരം അങ്ങനെ തരും. ടീച്ചർമാരൊന്നും അങ്ങനെ തരിയിട്ടില്ല. അടിപൊളിയാണല്ലോ കാര്യങ്ങളൊക്കെ. എല്ലായിടത്തും പോകണം നമ്മൾ. അല്ലേ? ഇവിടെ അടിപൊളിയാ കാര്യങ്ങളല്ലേ? ഇരിക്കും. പിള്ളേരൊക്കെ ഉണ്ടോ? ഇല്ലല്ലേ? കല്യാണം കഴിച്ചിട്ടില്ല? പിന്നെ അവരുടെ അംഗന്മാരുടെ മക്കളല്ലേ, അവർക്കൊക്കെ നല്ലതല്ലേ കാണും. അവർക്ക് ഉപരിയില്ലാതെ ചേട്ടാ നമ്മളിതിന്റെ ദൈവം കർത്താവ് നോക്കും നമ്മൾ അല്ലേ? അത്രേ ഉള്ളൂ. വീട്ടിൽ വീട്ടിൽ നിന്ന് എല്ലാവരും ഇഞ്ഞ് പോകുന്നു. അപ്പോൾ അത് അങ്ങനെ ആൾക്കാർ അവിടെ പോകേണ്ട കാര്യമില്ല. അല്ല, അമ്മയൊക്കെ എവിടെയാണ്? ഞാൻ പരമ്പള്ളിയിൽ നിന്ന് ആർന്ന്. ഇപ്പോൾ ഞാൻ അവിടെ ജവഹർലാൽ എടുത്ത് എവിടെയുള്ളതാ? എടുത്തുവായി ഞാൻ വന്നിട്ടുണ്ട് ഷൂട്ടിങ്ങിന്. ഇരിക്കി. കാഴ്ച എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടിങ്ങിന് ഇടത്തുവായിലൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിലാരൊക്കെ ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ആരുമില്ലെന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചു, മക്കള് 2 ആൺമക്കളുണ്ടായിരുന്നു, മരിച്ചു. 3 പെൺമക്കളെ കെട്ടിച്ചിട്ട്. അവരൊക്കെ എവിടെയുണ്ട് ഇപ്പോൾ? അവർ ഹൈ റേഞ്ചിലാണ്. ഈ ശ്വാസം മുട്ടല അവിടെ അങ്ങോട്ട് പോകാൻ നോക്കുകയല്ലേ? അവരൊക്കെ വരലുണ്ടോ? വരുന്നില്ല. ഞാൻ 1-2 പ്രാവശ്യം അങ്ങോട്ട് പോകും. അവര് കൊച്ചുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. കൊച്ചുങ്ങളൊക്കെയാണ് വരാനൊക്കെ ബുദ്ധിമുട്ട്. അവർ കൊച്ചുങ്ങളായപ്പോൾ നമ്മളെടുത്ത് വളർത്തിയതാണേ അല്ലേ? ശരി. ഇനിയിപ്പോൾ അവർക്ക് ഇങ്ങനെ വല്ലതും വരാതിരിക്കട്ടല്ലേ? എടുത്ത് എവിടെയാ? ഇടക്കൊച്ചി. ഇടക്കൊച്ചി. ഓണം കുഴപ്പമൊന്നുമില്ല. എന്തേ? എവിടെ വീട്? എവിടെ? പറവൂര്. ആരൊക്കെ ഉണ്ട് വീട്ടില്? എനിക്കിപ്പോൾ ആരുമില്ല. മകൾ മാത്രമുണ്ട്. മകളോ? മകള് കൗൺസിലറാണോ? ആണോ? കൗൺസിലറായതുകൊണ്ടാണ് നമുക്ക് ഒഴിവില്ലാത്ത അമ്മനെ നോക്കാൻ. ഞാൻ അവിടെ ആയിരുന്നു, പെരുന്നാളിന് അവിടെ ആയിരുന്നു. അപ്പം എനിക്ക് പനിയായപ്പോൾ ഞാനിങ്ങോട്ട് പോകുന്നു. ഞാനവിടെ നിന്ന് പറ്റൂലല്ലോ. അപ്പം അവർക്കും ഭാരമാകും, അവർക്ക് പല സ്ഥലത്ത് പോകണം. ആർക്കും ഭാരമല്ലെന്നേ. എന്ത് ഭാരം? ചോന്നനോടെ കൊണ്ട് ആരെങ്കിലും നമ്മളെ നോക്കാൻ പറ്റില്ല. കുഞ്ഞുങ്ങൾ വേറെ 2 കുട്ടികളും ഉണ്ട്, അവരെ നോക്കണ്ടേ? നമ്മുടെ കുട്ടിയൊന്നുമല്ലോ, കൊണ്ട് തരേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ നോക്കൂലേ അത്യാവശ്യം കുഞ്ഞുങ്ങളെ? ഓരോരുത്തർക്ക് തോന്നണം. അങ്ങനെ ഇങ്ങോട്ട് പോന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് 5 കൊല്ലമായി. 5 കൊല്ലമായി. ഇടയ്ക്ക് അവിടെ പോകും? ഞാൻ പെരുന്നാളിന് മാത്രം പോവുള്ളൂ, പിന്നെ അല്ലാണ്ട് പോവില്ല. മോള് വരും ഇവിടെ? അവൾക്ക് വരാൻ നേരമില്ല. സിസ്റ്റർ അമ്മ പറഞ്ഞു വരാൻ പറഞ്ഞിട്ട് നേരമില്ല. വരാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2 കൊല്ലമായി വന്നിട്ട്. കൊള്ളാം, നടക്കട്ടെ. അപ്പോൾ പിന്നെ നമുക്ക് ഇതൊക്കെ ഉള്ള വിധിയെന്ന് വിചാരിക്കല്ലേ? അതെ. ആ മക്കളൊന്നുമില്ല? ഇല്ല. മകൾക്ക് മക്കളുണ്ടോ? 2 ഒരാണ്, ഒരു പെണ്ണ്. അവരെന്തോരം? ഒരാൾ 7 പഠിക്കണം, ഒരാൾ 5 പഠിക്കണം. അവരൊക്കെ ഇപ്പം എന്ത് നോക്കാനാ? അവരിപ്പോൾ ഒരാൾ ഹോസ്റ്റലിൽ, ഇങ്ങനെയൊക്കെ നോക്കണം. ആയിക്കോട്ടെ. ഇതാരാ? എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? എവിടെയാണ് വീട്? പച്ചാളത്താ. ആരൊക്കെ ഉണ്ട് വീട്ടില്? അവിടെ മമ്മീൻ്റെ ഡാഡി ഉണ്ട് കേട്ടാ. പിന്നെ ഒരു മകൻ കല്യാണം കഴിച്ച് ആ പെണ്ണും 2 കുട്ടികളും ഉണ്ട്. അവരവിടെ പച്ചാളത്താ? ഒരു ഇവിടെ? അവർ ഇവിടെ വരില്ല, വരും. വാടകയ്ക്ക് താമസിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി കിടക്കും അല്ലേ? സുഖമാണോ ഇവിടെ? ആ, സുഖമാണ്. ആണല്ലേ? എന്താണ് നാണം മാറിയ? ഇവിടെ നാണം മാറിയിട്ടില്ല തീരെ. നാണം ഇല്ലെന്നും പറയാൻ നോക്കല്ല. അങ്ങനെ നാണം ഇല്ലാത്തെന്ന് പറയാൻ നോക്കുമോ? ഇല്ലേ? നാണം ഇല്ലെന്നും പറയാൻ നോക്കല്ല നമുക്ക്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലാരുമില്ല. ആരുമില്ലല്ലേ?
ആരൊക്കെ ഉണ്ടായിരുന്നു ആരെങ്കിലും? ആൾക്കാരുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോഴല്ല, പണ്ടേ ഞാൻ തന്നെ ഉള്ളൂ. കല്യാണം കഴിച്ചോ? ഇല്ല ബാധ്യതയില്ല നമുക്ക്. ഇല്ല, ഞാൻ വീട്ടിൽ ജോലി ചെയ്ത് ജീവിച്ചിരുന്ന. എവിടെ സ്ഥലം? സ്ഥലം പാല. പാലായി. എവിടെയാ? വല്ലാർവാടം. എല്ലാവരും ഇവിടെ അടുത്തല്ലേ? ആരൊക്കെ ഉണ്ട് വീട്ടില്? എനിക്ക് അപ്പനൊന്നുമില്ല. എനിക്കൊരു മകനുണ്ട്, ഭർത്താവ് മരിച്ചു. മകൻ എവിടെയാണ്? മകൻ തൃപ്പൂണിത്തറ. പുറത്ത് എന്തൊക്കെ? ഒരു ഓഫീസ് വർക്കൊക്കെ പഠിച്ചിട്ട് എന്ത് പ്രായമായി? 10-28 വയസ്സൊക്കെ. കല്യാണം കഴിച്ചോ? ഇല്ല ഇല്ല. മകന് അമ്മനെ നോക്കാൻ വയ്യല്ലേ? ഇല്ല, നോക്കും വരും. നോക്കും വരുമല്ലേ? എന്നാലും വകുപ്പില്ല അവന്. വകുപ്പുണ്ട്. സാറേ എടുത്തിട്ടേ ഞങ്ങൾ ബാധിച്ചു, അത് ശരിയാക്കിയിട്ടുണ്ട്. ഒരു ആധാരം എനിക്ക് ആ ശരിയായി കിട്ടണില്ല. എന്ത് പറഞ്ഞാലും അതിൽ ഞാൻ വിധിയൊക്കെ കഴിച്ച്. ഇപ്പൊ ദൈവം അനുഗ്രഹിക്കട്ടെ, നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോകണം. മകന്റെ കൂടെ അങ്ങോട്ട് സന്തോഷമായിട്ട് ജീവിക്കണം അല്ലേ? അതെ, പഠിച്ചൊന്നുമില്ലേ മകൻ? പഠിച്ച്. ഇപ്പൊ മകൻ നോക്കി നടത്തട്ടെ. പോണം നമുക്ക് ഇവിടെ നിന്ന്. ഈ ആൾക്കാരെ വിട്ടു പോകണമെന്നല്ല ഞാൻ പറയണത്. എന്നാലും ഒരു സന്തോഷമായിട്ട് അല്ലേ? ഇവർക്കൊന്നും അങ്ങനെ വിട്ടുപോകാൻ താല്പര്യം ഉണ്ടാകില്ല. എന്നാലും പോട്ടെ. ഇതാരാ? പൊട്ടക്കുത്തി റെഡി ആയിട്ടിരിക്കണല്ലേ? നേവി ക്വാർട്ടേഴ്സിലാണ് താമസം. നേവി ക്വാർട്ടേഴ്സ്. മോൾ അവിടെയുണ്ട്. കെട്ടി മരിച്ചുപോയി. എവിടെ സ്ഥലം? പാലക്കാട്. പാലക്കാടായിരുന്നു. ഞങ്ങളിപ്പോൾ നേവി ക്വാർട്ടേഴ്സിലാണ് താമസം. സ്ഥലം പാലക്കാട്. പാലക്കാട്. എനിക്ക് മകളുണ്ട്, പിന്നെ അവളെ കെട്ടിയനും കൊച്ചുമോനും. അല്ല, അവൾക്ക് ബംഗ്ലാവിൽ പണി. മറ്റവൾക്ക് കൽപ്പണിയാണ് മരുമോന്. അവിടെ സ്ഥല സൗകര്യം ഇല്ലാഞ്ഞിട്ട് ഇങ്ങോട്ട് പോകാം. ഓണം ഇത്തവണ ഇവിടെ എങ്ങനെ കൂടി നമ്മളെല്ലാം കൂടെ അല്ലേ? പരിപാടി വല്ലതും ഉണ്ടായിരുന്നു? ആരാ അതിൻ്റെ ആള്? മാവേലിയാണോ? അതാ കടലിനക്കര പോണോരെ, കാണാൻ പൊണ്ണിനെ പോണോരെ, പോയി വരുമ്പോൾ എന്തുകൊണ്ട് വരും? കൈ നിറയെ പോയി വരുമ്പോൾ എന്തുകൊണ്ട് വരും? 14 രാവിലെ പാലായിത്തെരുവിലെ മനുജകനിയമാരുടെ മാണിയിക്ക കല്ലു തരാമോ? ഓഹോ, കടലിനക്കര പോണോരെ, കാണാൻ പൊണ്ണിനെ പോണോരെ, പോയി വരുമ്പോൾ എന്തുകൊണ്ട് വരും? 14 രാവിലെ പാലായിത്തെരുവിലെ മനുജകനിയമാരുടെ മാണിയിക്ക കല്ലു തരാമോ? ഓഹോ, ചന്ദന തോണികരി പോണോരെ, നിങ്ങൾ പോയി വരുമ്പോ, ചന്ദന തോണികരി പോണോരെ, നിങ്ങൾ പോയി വരുമ്പോ, പാമേര പൊയ്കയിലെ വാവാടിൻ്റെ മാടാ പ്രാവിനെ കൊണ്ടുതരാമോ? നാടോടിത്തെരുവിലെ നക്ഷത്രക്കടവിലെ മനുജകനിയമാരുടെ മാണിയയ്ക്ക പൊന്നു തരാമോ? ഓഹോ, കടലിനക്കര പോണോരെ, കാണാൻ പൊണ്ണിനെ പോണോരെ, പോയി വരുമ്പോൾ എന്തുകൊണ്ട് വരും? കൈ നിറയെ പോയി വരുമ്പോൾ എന്തുകൊണ്ട് വരും? അടുത്താരാ? അതെന്നാ പരിപാടി? പാട്ടാണോ? അവിടെ കൂടെ. എന്നടി സോസാമ്മേ കണ്ടിട്ടും മിണ്ടാതടി, എന്നടി സോസാമ്മേ കണ്ടിട്ടും മിണ്ടാതടി, ഇത് പണ്ടത്തെ ആൾ തന്നെയാ. കാറുണ്ട്, 5-6 കാറുണ്ട്, ബംഗ്ലാവുണ്ട്, എസ്റ്റേറ്റ് ഉണ്ട്, വന്നോളടി. എന്നടി സോസാമ്മേ കണ്ടിട്ടും മിണ്ടാതടി. പണ്ടൊക്കെ നിങ്ങളുടെ പിന്നാലെ നടന്നതല്ലേ ഞാൻ, അന്ന് നിങ്ങളെന്നെ തള്ളി പറഞ്ഞില്ലേ? അന്നെൻ്റെ അപ്പനോടക്കി ക്ഷമിക്കൂ സോസാമ്മേ, ഇപ്പോൾ അപ്പനോടക്കില്ല, അങ്ങേരു പടിയായടി, വന്നോളടി. എന്നടി സോസാമ്മേ കണ്ടിട്ടുമിണ്ടാതടി, എന്നടി സോസാമ്മേ കണ്ടിട്ടുമിണ്ടാതൊടി.
അപ്പോൾ വേറൊരു പിശകുണ്ടല്ലോ. എൻ്റെ ഭർത്താവ് കിളവനുണ്ട്, എൻ്റെ ഭർത്താവ് കിളവനുണ്ട്. അവനാരാണ്, അവൻ്റെ പേരെന്താണെന്ന് എന്നോട് ചൊല്ലു ശോശാമ്മേ. അവനെ ഞാൻ പാഷാണം കൊടുത്തു കൊല്ലാം. മേലെ പറമ്പിലെ അന്തോണി അവറാച്ചനാണ് കിളവൻ. എൻ്റെ അപ്പൻ്റെ അപ്പനാണടി. എന്നടി ശോശാമ്മേ കണ്ടിട്ടു മിണ്ടാതെടി, എന്നടി ശോശാമ്മേ കണ്ടിട്ടു മിണ്ടാതെടി. വല്യമ്മച്ചി കൊച്ചുമോനെ വാ പോകാം. അടിയറുതി കഴിഞ്ഞേ പോയി തിന്തകന്താര, നാടിൻ വറുതി കഴിഞ്ഞേ പോയി തിന്തകന്താര. ഓ പത്തായപ്പുര ഒക്കെ നിറഞ്ഞേ തിന്തകന്താര, മാവേലിത്തമ്പ്രാൻ്റെ വരവായി തിന്തകന്താര. തിന്തകം 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 തിന്തകന്താര, തിന്തകം 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 തിന്തകന്താര. ഓളങ്ങളോടി വരുന്നേ, ഓളങ്ങൾ ചിന്നി വരുന്നേ, ഓളങ്ങളോടി വരുന്നേ, ഓളങ്ങൾ ചിന്നി വരുന്നേ. ഒന്നാമനാരോ ഒന്നാമനാരോ, അണിയത്തിനാരോ അണിയത്തിനാരോ, അമരത്തിനാരോ അമരത്തിനാരോ. തൃക്കാക്കരയപ്പന് ഞങ്ങൾ പൂപ്പട നേദിച്ചേ, പൂപ്പട നേദിച്ചേ. തൃക്കാക്കരയപ്പന് ഞങ്ങൾ പൂപ്പട നേദിച്ചേ, പൂപ്പട നേദിച്ചേ. ഇല്ലത്തെ പൊന്നുണ്ണിക്കും പാലട നേദിച്ചേ, പാലട നേദിച്ചേ. പാടത്ത് പണി ചെയ്തോർക്കും ഊണിനൊരു പൊടിപൂരം, നാടിൻ്റെ നന്മക്കൾക്ക് ആനന്ദപ്പൊടിപൂരം. എങ്ങും പൊടിപൂരം തിങ്ങും പൊടിപൂരം, എന്തെന്തൊരു മേളം എന്തൊന്തൊരു പൂരം. നാടിൻ്റെ നാട്ടാരുടെ നാട്ടാരുടെ മേളം, നാടിൻ്റെ നാട്ടാരുടെ നാട്ടാരുടെ മേളം, നാടിൻ്റെ നാട്ടാരുടെ നാട്ടാരുടെ മേളം. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലത്തെൻകിളി, പൈങ്കിളി മലത്തെൻകിളി. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലത്തെൻകിളി, പൈങ്കിളി മലത്തെൻകിളി. മഞ്ഞു വീണതറിഞ്ഞില്ല പൈങ്കിളി മലത്തെൻകിളി, വെയിലിൽ വന്നു പോയതറിഞ്ഞില്ല പൈങ്കിളി മലത്തെൻകിളി. ഓമേനെ നീ വരും നാളുകൾ നീരുന്നു ഞാൻ, പൈങ്കിളി മലത്തെൻകിളി, പൈങ്കിളി മലത്തെൻകിളി. വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജീവചൈതന്യമേ, വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജന്മസാവല്യമേ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലത്തെൻകിളി, പൈങ്കിളി മലത്തെൻകിളി, പൈങ്കിളി മലത്തെൻകിളി. എവിടെയായിരുന്നു? എന്തൊക്കെയുണ്ട് വിശേഷം? ഇത് വയസ്സാകുമ്പോൾ ചെറിയ സൂക്കട എല്ലാവർക്കും ഉണ്ടാവും. പണ്ടത്തെ 6ാം ക്ലാസ് ഇച്ചിരി പൊടി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എത്ര കാലം ഞാൻ ജോലി കോൺഗ്രസ്സുകാരുടെ ഓഫീസിൽ ജോലിയായിരുന്നു, തൂപ്പുകാരിയായിരുന്നു. ഊണ കഴിച്ചോ? അപ്പൊ നമുക്ക് ഓണം എങ്ങനെയായി? കുറച്ച് കഴിയുമ്പോൾ മാറുമെന്നേ.
കമ്മ്യൂണിറ്റി പ്രസന്റേഷന്റെ പോക്കറ്റ് ഡേ നടത്തുമായിരുന്നു. ഇന്നാൾ ഇവിടെ വന്നപ്പം പരിപാടി ഡൊമിനിക് ഇവിടെ ഇല്ല, വന്നിട്ടില്ല. സിനിമാ നടൻ മമ്മൂട്ടി ഞാൻ കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു വന്നതാ. ഹോം ഫോർ ദ ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാണ് ഈ സ്ഥലം. നിരാശ്രയർക്കുള്ളൊരു വീടാണ്. വീടില്ലാത്തവർക്ക് വീടോ അല്ലെങ്കിൽ മക്കളില്ലാത്തവർക്ക് കുടുംബമോ, മാതാപിതാക്കൾക്ക് ഇല്ലാത്തവർക്ക് മാതാപിതാക്കളോ മക്കളില്ലാത്തവർക്ക് മക്കളോ ഒക്കെ ആവണം ഈ സ്ഥലം. ഇതൊരു തിരുവോണനാളിലാണ് ഞാനിവിടെ വന്നു വിട്ടത്. എനിക്ക് അവർക്ക് സന്തോഷം പകരാൻ മാത്രമേ സാധിച്ചു. ഒരു ദിവസം ഒരു നേരം അവരുടെ സമൃദ്ധമായ ഒരു ആഹാരത്തിൽ പങ്കുചേരാൻ സാധിച്ചില്ല. അതിയായ സന്തോഷമുണ്ട്. എനിക്ക് വളരെ സന്തോഷം. എന്നെ സംബന്ധിച്ച് വളരെ വ്യക്തിപരമായിട്ട് എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല. എൻ്റെ മാതാപിതാക്കളെ ഞാൻ നല്ലവണ്ണം നോക്കിയിരുന്നു എന്നെപ്പോഴും ഓർമ്മിപ്പിക്കാൻ ഒരു പക്ഷേ ഇങ്ങനെയുള്ള അവസരങ്ങൾ, ഇങ്ങനെയുള്ള സന്ദർശനങ്ങൾ എന്നെ പ്രേരിപ്പിക്കുന്നു. നമുക്ക് പ്രായമായവർ, നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും നമുക്കൊക്കെ പ്രായമാകും. എനിക്ക് കുറേ പേർക്ക് പ്രായമായവർ, കുറേ പേര് പ്രായമാകാൻ പോകുന്നവർ, കുറേ പേര് പ്രായമായി കഴിഞ്ഞവർ. അപ്പോൾ കാലം ചെല്ലുന്നത് മനുഷ്യന് ഒരുപാട് മാറ്റങ്ങൾ ശാരീരികവും മാനസികമായും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്ക് സമൂഹത്തിന് വേണ്ടപ്പെട്ടവരല്ല. ഒരു കാലത്ത് സമൂഹത്തിന്, ഈ സമൂഹം വളർത്തിയെടുത്തവർ തന്നെയാണ് നമ്മളിന്ന് സമൂഹത്തിന് വേണ്ടാത്തവരായി മാറുന്നത്. അത് ഒരു നന്ദികേടാണോ നിഷേധമാണോ എന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ സമൂഹത്തിന് നമ്മളെ വളർത്തിയെടുത്ത ഈ നിരാശ്രയർക്ക് ആശ്രയമാവുക എന്നുള്ളത് പുണ്യമെന്നല്ല ഞാൻ പറയുന്നത്. ഈ മണ്ണിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന അതിനുള്ള അവകാശം പോലെയുള്ള നമ്മുടെ ഒരു കടമയാണ്. നമ്മളെ കാത്തുരക്ഷിച്ചവരെയും സംരക്ഷിച്ചവരെയും വളർത്തി വലുതാക്കിയവരെയും സംരക്ഷിച്ചു പോരുക. ഞാനതൊരു ഉപദേശം പറയല്ല, ഒരു സത്യം പറയുകയാണ്. അത് നമ്മുടെ കടമയാണ്.